ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷകബാല്യം. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷകബാല്യം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കെ.എം. ചെറിയാൻ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ കെ.എം. ചെറിയാൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് കവചം. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിവയുടെ തീവ്രതയ്ക്കനുസരിച്ച് നിറങ്ങൾ പ്രകാശിപ്പിച്ച് വ്യത്യസ്ത ശബ്ദങ്ങൾ മുന്നറിയിപ്പ് നൽകും. വീട്ടിലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്നതിനായി സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സഖി. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം പൂവാർ, തിരുവനന്തപുരം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് അശ്വമേധം. കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായത് കോഴിക്കോട്. സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ച പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട്. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത് പദ്ധതി. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചി. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ജഗതി ശ്രീകുമാർ. നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്ക്, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ്. 2024 ഐവറി പുരസ്കാരം ലഭിച്ച വ്യക്തി KS ചിത്ര. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതി വിദ്യാമിത്രം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ് മേഘസ്പർശം. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിൻ മേഘസ്പർശം. കാർഷിക സർവകലാശാല വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ പ്രജനി പ്രഗതി. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭം ഇടം, ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ്. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന 3 പദ്ധതികളാണ് വാട്സപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്.
ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പലാണ് അരിതമാൻ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കൃതി ഹാർട്ട് ലാമ്പ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ യുദ്ധ ഹെലികോപ്റ്ററാണ് പ്രജന്റ് 156. 2.5 കിലോമീറ്റർ ഉയരത്തിലുള്ള മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. വികസിപ്പിച്ചത് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ്. രുദ്രാസ്ത്രയുടെ പരിധി 170 കിലോമീറ്റർ. താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യയുടെ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്തത് അതിഷി മർലേന. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബഹാദൂർ സിംഗ് സാഗു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. രഞ്ജി ട്രോഫി 2024-25 സീസൺ ജേതാക്കൾ വിദർഭ. ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി. 2025 ജലസുസ്ഥിര സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. ഇന്ത്യയുമായി 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈന. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ചരിത്രപരമായ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി, കാർല ജോയിൻസൺ. ഇന്ത്യയിൽ റാംസർ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയവ രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ, ഉദയ്പൂരിലെ മേനാർ. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 91. 100 കോടി ഡോളറിൽ അധികം മൂല്യമുള്ള കമ്പനികളുടെ ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% അരുണാചൽ പ്രദേശിലുണ്ട്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% വരെ അരുണാചൽ പ്രദേശിലുണ്ട്. ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? സ്പാഡെക്സ്, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ വിക്ഷേപണ തീയതി 2024 ഡിസംബർ 30-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം PSLV C-60. ഫസ്റ്റ് ഡോക്കിംഗ് ജനുവരി 16, 2025. ഫസ്റ്റ് അൺഡോക്കിംഗ് മാർച്ച് 13, 2025. സെക്കൻഡ് ഡോക്കിംഗ് ഏപ്രിൽ 20, 2025. മനുഷ്യ ഇടപെടലില്ലാതെ 15 മീറ്റർ ദൂരത്തിൽ നിന്ന് ഫുള്ളി ഓട്ടോണമസ് ഇൻ്റർ സാറ്റലൈറ്റ് ഡോക്കിംഗ് നടത്തി. വിജയകരമായ ഡോക്കിങ്ങോടെ US, റഷ്യ, ചൈന എന്നിവയ്ക്കൊപ്പം ഇൻസ്പേസ് ഡോക്കിംഗ് കഴിവുകൾ നേടിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? വിക്രം S. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ റൂട്ട് എക്സ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണിത്. മിഷൻ പ്രാരംഭ് എന്ന് പേരിട്ടിരിക്കുന്ന റോക്കറ്റിൻ്റെ ആദ്യ പറക്കൽ 2022 നവംബർ 18 നടന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരാണ് വിക്രം S. ബ്രസീൽ വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആമസോണിയ 1.
2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രഗുപ്ത പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇതിറക്കി. 2024 ജോൺ എൽ ജാക്ക് സ്വീഗർട്ട് ജൂനിയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ടീമിന് 2024 ലഭിച്ച അവാർഡാണ് ജോൺ എൽ ജാക്ക് സ്വീഗർ ജൂനിയർ അവാർഡ്.